നമസ്കാരം. വലിയൊരു ഇൻഫർമേഷനാണ് ജനങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് ഇത് മാതാപിതാക്കൾ കാണാതെ പോകരുത്. കാര്യം അത്തരം രീതിയിലേക്കുള്ള ഒരു വീഡിയോ ആണ് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. കുട്ടികൾ ശരിക്കും സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടി നമ്മൾ മൊബൈൽ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്നത് എത്രത്തോളം ഇത് കുട്ടികളെ ബാധിക്കും എന്ന് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. മനീഷ ഒരു കുട്ടിയുടെ അമ്മയാണ്. എന്തൊക്കെയാണ് കുട്ടികളിൽ നിന്ന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മൊബൈലുമായി? അല്ല, ഇന്നത്തെ തലമുറ കാണുന്നതും അടുത്ത തലമുറ നേരിടാൻ പോകുന്നതുമായ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ മൊബൈൽ ഫോൺ എന്നുള്ളത്. മൊബൈൽ ഫോൺ കുട്ടികളിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിനുള്ള പ്രതിവിധി. അവരെ മറ്റ് കാര്യങ്ങളിലേക്ക് കൂടുതൽ സമയം കണ്ടെത്താൻ അവരെ പ്രാപ്തരാക്കുക. അതായത് കലകളോട്, ഇപ്പം ഡ്രോയിങ്, ഡാൻസ്, അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ കൂടുതൽ അവർ കൂടുതൽ സമയം അതിന് വേണ്ടി ചെലവഴിക്കുമ്പം ഇവർ ഈ ഫോൺ പതിയെ മറക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ തന്നെ നമുക്ക് ഇപ്പം ചെറുപ്രായത്തിൽ കുട്ടികളെ നമുക്ക് എന്താ പറയുക, മൊബൈൽ ഫോണിന്റെ ടെക്നോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പം കുട്ടികൾ ഗെയിം കളിക്കുന്നു, റീൽസ് കാണുന്നു, ഇങ്ങനത്തെ സംഭവങ്ങളാണ് മൊബൈൽ ഫോൺ കൊണ്ട് അവർക്ക് മൊബൈൽ ഫോൺ കൊണ്ടുള്ള ഉപയോഗം അതാണ്. പക്ഷെ അങ്ങനെയല്ല. മൊബൈൽ ഫോണ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് കുട്ടികൾക്ക് ചെറുപ്പം മുതലേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പം അവർക്ക് വളർന്നു വരുന്ന അവർക്ക് ചെറിയ കുട്ടികളായിരിക്കുമ്പം അവർക്ക് ആ ഒരു ഉപയോഗം അവർക്ക് ആവശ്യമില്ല. അപ്പം തന്നെ അവർ പതിയെ മൊബൈൽ ഫോൺ മാറ്റി നിർത്തപ്പെടും എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിപ്പിച്ചിട്ടുണ്ടോ കുട്ടിയെ? പൊതുവെ ഞാൻ മൊബൈല് കൊടുക്കാറില്ല. ഇനിയിപ്പോൾ കൊടുത്താൽ തന്നെ ഒരു അരമണിക്കൂർ, ഇപ്പം 3 മുതൽ ഒരു 8 വയസ്സ് വരെ ഉള്ള ഒരു കുട്ടിക്ക് മൊബൈൽ ഫോൺ അരമണിക്കൂർ കൊടുക്കാമെന്നാണ് പറയുക. അതിന് മുകളിലോട്ട്, അതായത് 9 മുതൽ 16 വയസ്സുള്ള കുട്ടികൾക്ക് 1 മണിക്കൂർ എന്നാണ് പറയുന്നത്. പക്ഷെ കുട്ടികൾ 1, 2, 3 മണിക്കൂറാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്. ഇതുമൂലം ഉണ്ടാകുന്ന സാറ് ആദ്യം പറഞ്ഞ പോലെ കണ്ണാശുപത്രിയിൽ രോഗികൾ കൂടാന്നല്ലാണ്ട് വേറെ ഇതൊന്നും ഉണ്ടാകുന്നില്ല. അപ്പം ഞാനതാ പറയുന്നത്, ചെറുപ്പം മുതലേ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക. മൊബൈൽ ഫോൺ അഡിക്ഷൻ ഇല്ലാണ്ടാക്കുക. അവരെ കളിക്കാൻ വിടുക. കൂടുതൽ സമയം മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കാന്നല്ലാണ്ട് വേറെ ഒന്നും. നമുക്ക് അറിയാം, ശരിക്കും പഴയ കാലങ്ങളിൽ നമ്മൾ വളർന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ബാലസാഹിത്യമൊക്കെ വായിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പൊ കുട്ടികൾക്ക് കൂടുതൽ വായന വളർത്തിയെടുക്കുക. അവർക്ക് ഒരു ഭാഷയോടുള്ള ഒരു സ്നേഹം വളരും. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം ആണെങ്കിൽ മലയാളം. അപ്പം ഫോണിനോടുള്ള അഡിക്റ്റ് അവിടെ തന്നെ കുറച്ചെങ്കിലും കുറയാനുള്ളൊരു സാധ്യത അവിടെ കാണുന്നുണ്ട്. വായന ഉണ്ടാക്കുക, കഥകൾ പറഞ്ഞു കൊടുക്കുക. ചെറിയ കുട്ടികൾക്ക് കഥകൾ സമയമില്ല. അത് വേറെ. മനുഷ്യന് സമയമുണ്ടോ? സമയമില്ല. അപ്പൊ പിന്നെ എന്താ ഇത്? ശരിക്കും ഈ ഒരു വീഡിയോ ഒരു കുട്ടിയുടെ അമ്മയുടെ മുന്നിൽ വെച്ച് ചെയ്യുമ്പോൾ എത്രത്തോളം ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കുട്ടികൾക്ക് പൊതുവെ ഫോൺ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സന്തോഷവാനായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ കുട്ടികളോട് സ്നേഹമില്ല എന്നാണ് ഞാൻ പറയാം. പലപ്പോഴും പല സ്ഥലത്തൊക്കെ ഈ കുട്ടികൾക്ക് ഫോൺ കൊടുത്തിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ ഇരിക്കുന്ന അമ്മമാരെനിക്ക് കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ പോയി പറയാറുണ്ട്. ചില സമയങ്ങളിൽ പോയി പറയുന്നത് ഒരാളെങ്കിലും ഒരാൾ തിരുത്തട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ കുട്ടികളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഫോൺ കൊടുക്കുന്നത്. കാര്യം മാത്രം കുട്ടിയുടെ കണ്ണിനെ വല്ലാത്ത രീതിയിലേക്ക് ബാധിക്കും, അവരുടെ തലച്ചോറിനെ ബാധിക്കും, അവരുടെ പഠിപ്പിനെ ബാധിക്കും. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളൊക്കെ ഈ ഫോൺ എടുത്ത് സ്കൂളിന്റെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പഠിക്കുന്ന ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ഇരിക്കുന്ന സമയത്ത് പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികൾ എന്താണ് സെർച്ച് ചെയ്യുന്നത്, എന്താണ് അവരതിൽ നിന്ന് പഠിക്കുന്നത് എന്നൊക്കെ സെർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പം തന്നെയല്ല, ഫോണ് അതുപോലെ കമ്പ്യൂട്ടറൊക്കെ ശരിക്കും എന്ത് ചെയ്യാം, തുറസായ സ്ഥലത്ത് വെക്കുക. ഒരു റൂമിനകത്ത് അടച്ചിരുന്ന് ഇത്തരം രീതിയിലേക്ക് കാണുന്ന രീതി വളരെയധികം ഒഴിവാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുമല്ല, അവരുപയോഗിക്കുന്ന ആപ്പുകളൊക്കെ നമ്മൾ സെർച്ച് ചെയ്യണം. എപ്പോഴും അവർ എന്താണ് ഉപയോഗിക്കുന്നത്, നമ്മളെ ഫോണല്ലേ. അപ്പം നമ്മളത് കുട്ടികൾക്ക് അതിനൊരു ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത അങ്ങനെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോ നമുക്ക് 2-3 പരാതികൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അമ്മമാര് ശരിക്കും എന്ത് ചെയ്യും, കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കും. പൊതുവെ അച്ഛന്മാര് കൊടുത്തില്ലെങ്കിൽ അമ്മമാര് കൊടുക്കും എന്നുള്ളതാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ പല ഗെയിമുകളും ഇവര് ഗെയിമിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പലതവണ ഈ ഗൂഗിൾ പേയിൽ നിന്നൊക്കെ ശരി കണക്ട് ചെയ്ത് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത് പണം നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള പല പരാതികൾ വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലൂടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കേട്ടിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളെ മാതാപിതാക്കള് ഇത്തരം രീതിയിലേക്ക് മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ്.
അല്ലാതെ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല, നിങ്ങളുടെ നാളത്തെ നിങ്ങളുടെ ഭാവിയെ ആലോചിച്ച് മാത്രമാണ് ഇത് മാറ്റി വെക്കപ്പെടേണ്ടത്. കാര്യം കുട്ടികളൊക്കെ കരയരുത് എന്ന് വെച്ച് ഇത്തരം ഇതിലേക്ക് ചെറിയ കുട്ടികൾ വരെ, അതായത് 1, 2, 3 വയസ്സായ കുട്ടികൾ വരെ മൊബൈൽ ഉപയോഗിച്ച് അവരൊന്ന് ചിരിച്ചു കാണട്ടെ എന്ന് വിചാരിക്കുന്ന അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ കുട്ടിയുടെ ലൈഫ് കൊണ്ടുപോയിട്ട് നശിപ്പിക്കുകയാണ് എന്ന് പറയാൻ കഴിയും. കാര്യം കാഴ്ചശക്തി വല്ലാത്ത രീതിയിലേക്ക് പോകുന്ന കുട്ടികൾ ഇപ്പോൾ വലിയ രീതിയിലേക്ക് കൂടിക്കൊണ്ടിരിക്കുക. സ്കൂളുകളിൽ പരിശോധിച്ചാൽ അറിയാൻ പറ്റും, വല്ലാത്ത രീതിയിലേക്ക് കാഴ്ച ശക്തി നഷ്ടപ്പെടുക, അതുപോലെ തലവേദന, നിരന്തരമായ തലവേദന, ഇത്തരം രീതിയിലേക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ സൂക്ഷിക്കുക, ഇതൊരു ഇൻഫർമേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ ഇത് കേൾക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ 100% നിങ്ങൾ മനസ്സിലാക്കണം. അതായത് വലിയ ആൾക്കാർ വലിയ അറിവുകൾ വെച്ചൊന്നുമല്ല ഇത് സംസാരിക്കുന്നത്. നിങ്ങളുടെ കണ്ണിന് താങ്ങാൻ കഴിയാവുന്ന രീതിയിലേക്കുള്ള ലൈറ്റുകളും വിഷ്വൽസുകളും ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് 100% മനസ്സിലാക്കി നിങ്ങളുടെ നാളത്തെ തലമുറ, നാളെ നിങ്ങൾ വലിയ ആളാകേണ്ടതാണ്, പഠിച്ചു നല്ല രീതിയിലാവേണ്ടതാണ്. അപ്പൊ ആ രീതിയിലേക്കൊക്കെ നിങ്ങൾ ചിന്തിച്ച് അമ്മമാരെ കുറ്റപ്പെടുത്താത്ത രീതിയിലേക്ക് 100% എന്ത് ചെയ്യണം, നിങ്ങളുടെ കൂടെ കാഴ്ചപ്പാട് പോയിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് പറയാണ്, സൂക്ഷിക്കുക. മൊബൈൽ ഫോൺ ഇത്തരം രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്കായിരിക്കും. നന്ദി, നമസ്കാരം.